തെരഞ്ഞെടുപ്പ് ഒരു പാഠമായിരുന്നുവെന്ന് ബി.ജെ.പി. തമിഴ്നാട് ഘടകം അധ്യക്ഷൻ കെ അണ്ണാമലൈ ജനവിധി അംഗീകരിക്കുന്നു. പ്രതീക്ഷിച്ച സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും എൻ.ഡി.എയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നും ഒരു എം.പി അയക്കാൻ സാധിക്കും എന്ന സൂചനയും അണ്ണാമലൈ നൽകി. തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കുക മാത്രമായിരുന്നില്ല ബി.ജെ.പി. ലക്ഷ്യം. മറിച്ച് 39 മണ്ഡലങ്ങളിൽ പകുതിയെങ്കിലും താമര വിരിയിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് 22 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. മത്സരിച്ചത്. വിവിധ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി പ്രചരണം ഏറ്റെടുത്തു. എന്നിട്ടും ഉദ്ദേശിച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല എന്നാണ് ബി.ജെ.പി. തമിഴ്നാട് ഘടകം അധ്യക്ഷൻ കെ അണ്ണാമലൈ വ്യക്തമാക്കിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തിരിച്ചടി വിലയിരുത്തും. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു പാഠമായി ഉൾക്കൊണ്ട് വരുന്ന അവസരങ്ങൾ വേണ്ടവിധം ഉപയോഗിക്കുമെന്നും അണ്ണാമലൈ പറഞ്ഞു. Party this time, the lotus symbol stood in 23 places out of 39. That is very important to us. In 20 years, many parts of Tamil Nadu, for the very first time, they voted for lotus. That is very important to us. At the same time, we couldn't send a member of parliament to Delhi. That we are not very happy about it. And we have tried our mighty best in the field. In Tamil Nadu, you all know. തമിഴ്നാട്ടിൽ നിന്നും എൻ.ഡി.എയുടെ ഭാഗമായി എം.പി. ഉണ്ടാകുമെന്ന സൂചനയും അണ്ണാമലൈ നൽകി. അതേസമയം തമിഴ്നാട്ടിലെ ബി.ജെ.പി. വോട്ട് വിഹിതം 10.21% ഉയർത്തിയത് ചരിത്ര നേട്ടമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ജനം, ഡൽഹി.